ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കബ്സ റെസിപ്പിയാണ്. മസാല തയ്യാറാക്കണം. അപ്പോൾ മസാലയിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വറ്റൽമുളക്, കുരുമുളക്, ജീരകം, മുളക് പൊടി. ഇതെല്ലാം നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് നമ്മുടെ മെയിൻ റെസിപ്പി ആയിട്ടുള്ള ചിക്കനാണ്. അത്യാവശ്യം വലിയ പീസ് ചിക്കൻ തന്നെ ഈ ഒരു റെസിപ്പിക്ക് വേണം. അപ്പം നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഹോൾസ് ഉണ്ടാക്കുകയാണ്. അപ്പം ഈ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസും. ഈ മസാല നല്ല മിക്സ് ചെയ്യുക. നമ്മളിത് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു മസാലപ്പൊടി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, കാരണം അത് പിന്നെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ മസാല ഫുള്ള് ഈ ചിക്കൻ പീസസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ മസാല തേച്ച് വെച്ചത് നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മളെ അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഫസ്റ്റ് കുറച്ച് 2 ഉള്ളി ചോപ്പ് ചെയ്തത്, പിന്നെ കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തെടുത്തിട്ട്, പിന്നെ ഇഞ്ചി, ഇത് മൂന്നും കൂടി നമ്മളെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് വാട്ടിയെടുക്കാനാണ് പോകുന്നത്. നമുക്ക് തീർച്ചയായിട്ടും വീട്ടിൽ നല്ലോണം വെക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പം ഇതിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഓരോന്നിലേക്കും പോവാം. അത്യാവശ്യം വാടി വരുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മസാലപ്പൊടി നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മസാലപ്പൊടി ഈ ഒരു ഉള്ളി ഇതും വാട്ടിൻ്റെ അകത്തേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മളൊരു അളവ് പാത്രത്തിലാണ് എടുക്കുന്നത്. ഒരു അളവ് പാത്രത്തിൻ്റെ അകത്ത് നിറച്ചും വെള്ളം എടുക്കുക. ഈ റൈസിൻ്റെ ഡബിൾ ഇരട്ടി, നമ്മളെടുക്കുന്ന റൈസിൻ്റെ ഡബിൾ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത്. അതിനകത്തേക്ക് കുറച്ച് ഡ്രൈ ലെമണും പിന്നെ കുറച്ച് 2 ചില്ലിയും കൂടി ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ, മസാല തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെന്തതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് പുറത്തേക്ക് എടുക്കണം. ചിക്കൻ പീസസൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഈ ഒരു പീസസൊക്കെ ആദ്യം പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നെക്സ്റ്റ് വേണ്ടത് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്നും കൂടി നമ്മൾ മസാല തേച്ച് നല്ലോണം പിടിച്ചതിന് ശേഷം നമ്മളിത് ഒരു ഫ്രൈ പാനിലേക്ക് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. ഇനി നമുക്ക് റൈസ് നോക്കാം. റൈസ് ഇവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. നമ്മൾ ആ അളവ് പാത്രത്തിൻ്റെ 2 കപ്പാണ്. അപ്പോൾ നമ്മളിത് അരി കഴുകി വെച്ചതിന് ശേഷം കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം. എന്നിട്ട് നമ്മളിതിലേക്ക് ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ മേലയിലേക്ക് നമ്മൾ തക്കാളി, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഈ ചിക്കൻ വെച്ചിട്ട് ഒന്നും കൂടി അടപ്പ് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഫൈനൽ ലുക്ക് ഗൈസ്. അപ്പം കബ്സ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.